ഹലോ. അപ്പോൾ നമ്മളിന്ന് ഷെഫ് പിള്ളയുടെ അദ്ദേഹത്തിൻ്റെ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. മുട്ടയപ്പവും ബീഫ് സ്റ്റൂവും ഒക്കെയാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ. നന്നായിട്ടുണ്ടോ എന്നറിയില്ല, എന്തായാലും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാം. അതിനായിട്ട് 1 കിലോ ബീഫ് നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും ഇതേപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ അങ്ങനെ പറയില്ലേ. 1-ാം പാലെന്ന് പറയുമ്പോൾ നല്ല കട്ടിക്കുള്ള പാൽ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ള പാൽ. 2-ാം പാൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുള്ളത്. 3-ാം പാൽ കുറച്ചധികം വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലോട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന ബീഫ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒന്ന് നെടുകെ മുറിച്ചിട്ടുള്ള 2 പച്ചമുളകും പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി ആ മഞ്ഞൾപ്പൊടിയൊക്കെ ബീഫിലോട്ടും അതുപോലെ ഉരുളക്കിഴങ്ങിലോട്ടൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ അങ്ങ് തിരുമ്മി പിടിപ്പിച്ച് എടുക്കുക. ഇനി നമ്മളിതിലേക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചങ്ങ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ ഇവിടെ അപ്പത്തിനുള്ള മാവൊക്കെ റെഡിയായി സെറ്റായിട്ട് വന്നിരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂണോളം മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ചമ്മന്തിക്കൊക്കെ ഒതുക്കിയെടുക്കുന്നത് പോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ടൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ അത് കുറച്ച് ചെറിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഒന്ന് ഒതുക്കിയെടുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമുക്ക് ചമ്മന്തി ഒന്ന് നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഒന്ന് വഴറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. 2 മിനിറ്റ് ഒന്ന് ഇളക്കി അങ്ങ് എടുത്താൽ മതിയാവും. നമ്മുടെ ചമ്മന്തി റെഡിയായി. ആ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന നമ്മുടെ ബീഫൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 6 വിസിൽ കേട്ടപ്പോഴാണ് ഇത് വെന്ത് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ കുക്കറിൻ്റെയും അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ബീഫിൻ്റെയും ഒക്കെ ഇതുപോലെ ഇരിക്കും ഇതിൻ്റെയൊക്കെ വേവെന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചങ്ങ് വേവിച്ചെടുത്തിരുന്നാൽ മതിയാവും. ഇനി നമുക്ക് ബീഫ് സ്റ്റൂ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു അടികട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓളം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മസാല ഇടുന്നുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, എന്തൊക്കെയാണ് ഈ മസാല ചേർത്തിട്ടുള്ളതെന്നുള്ളത്. അത് നോക്കിയിരുന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു 15ഓളം ചെറിയ ഉള്ളി, 2 പച്ചമുളക് നെടുകെ കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സവോളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, സ്റ്റോക്ക്, അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ സവോളയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ വരും കേട്ടോ ഇത് തിളക്കുമ്പോൾ. ഇനി നമുക്ക് ബാക്കിയുള്ള ബീഫും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2-ാം പാലുണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ 2-ാം പാലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. മീഡിയത്തിലിട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. തീ കൂട്ടി വെച്ചിട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. എന്നിട്ട് നല്ലതുപോലെ നമ്മളിത് തിളപ്പിച്ചെടുക്കുവാണ് കേട്ടോ. ഇത് തിളക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നല്ല വാസനയാണ് കേട്ടോ. ഇത് മൊത്തം തേങ്ങാപ്പാലൊക്കെയാണല്ലോ. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂണോളം കുരുമുളകാണ്, മുഴുവനായിട്ടുള്ള കുരുമുളക് നല്ലതുപോലെ കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള ഇടികല്ലുണ്ടല്ലോ, അതിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളകല്ല കേട്ടോ ചേർക്കേണ്ടത്. ഇതേപോലെ ചതച്ച കുരുമുളക് ചേർക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 2-ാം പാലിൽ കിടന്ന് 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1-ാം പാൽ ചേർക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലങ്ങ്
ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കാറില്ല അല്ലേ? ഒരു കറികളാണെങ്കിലും പായസം വെക്കുമ്പോഴാണെങ്കിലും നമ്മൾ പിന്നെ തിളപ്പിക്കാറില്ല. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങിട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് സ്റ്റൂ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടച്ചങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ള മാവൊക്കെ ദാ നന്നായിട്ട് പൊളിച്ച് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം എങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാമേ. കപ്പൊന്നും കാച്ചാണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ നല്ലൊരു അപ്പം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കണം, ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് അപ്പം അങ്ങ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇതാ ചൂടായിട്ടുള്ള നമ്മുടെ അപ്പച്ചട്ടിയിലോട്ട് മാവങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഇതേപോലെ അങ്ങ് വട്ടം ചുറ്റി നമ്മൾ അപ്പം ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഹോൾസ് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും വേണം നമ്മളിത് അടയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ അപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പ്, ആ ഒരു നല്ല കാണുമ്പോൾ നമുക്കൊരു ഭംഗിയിലൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളിത് അടച്ച് വെക്കേണ്ടത് കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയപ്പമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഒരു മുട്ട അങ്ങ് പൊട്ടിച്ച് അപ്പത്തിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് ഉണ്ണിയൊന്നും പൊട്ടാണ്ട് നമ്മളങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വളരെ സൂക്ഷിച്ച് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒഴിച്ച് സക്സസ് ആയിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ നല്ല തരിയായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതങ്ങ് അടച്ച് വെച്ച് എടുക്കാം. അപ്പം നമ്മുടെ മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടയപ്പം. സൂപ്പറാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മുട്ടയപ്പം ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ നടുക്കോട്ട് നമ്മൾ മുന്നേ അരച്ച് വെച്ചിരുന്ന നമ്മൾ താളിച്ചൊക്കെ വെച്ചിരുന്ന നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ, അതങ്ങ് ഇതേപോലെ ഇട്ട് കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അത് ഞങ്ങൾ ട്രൈ ചെയ്തു, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇടയ്ക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കും ഈ ഒരു ചമ്മന്തി. പക്ഷേ ഈ ചമ്മന്തി അപ്പവും കൂടി കഴിക്കുമ്പോൾ ചിലർക്ക് പക്ഷേ പറ്റില്ല. കാരണം നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. അപ്പോൾ കുറച്ച് ഗ്രേവി കൂടി ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ ചമ്മന്തിയും അപ്പവും കൂടി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണേ. അപ്പോൾ നമ്മളിവിടെ അപ്പമൊക്കെ ഓരോന്നായിട്ട് ചുട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല കടുപ്പത്തിലൊരു ചായയും കൂടി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായക്കുള്ള പാലും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളച്ച് പൊന്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മൂടി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ബീഫ് സ്റ്റൂവും നമ്മൾ എടുക്കുകയാണ് കേട്ടോ ഒരു ബൗളിലോട്ട്. അപ്പോൾ അതിനായിട്ടൊരു ബൗളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് സ്റ്റൂ അങ്ങ് കോരി എടുക്കാം. അപ്പോൾ ഇത് ഇരുന്ന് വരുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് കുറുകും കേട്ടോ. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും ഇരുന്ന് വരുമ്പോഴും ഒന്നുകൂടി നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ നമ്മുടെ അട്ടിപ്പൊളി ബീഫ് സ്റ്റൂവും മുട്ടയപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. കുറച്ച് സമയം എടുക്കും നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് അടിപൊളിയാണ്. എന്നിട്ട് നമ്മൾ ചൂട് ചായ ഗ്ലാസ്സിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബീഫ് സ്റ്റൂവും മുട്ടയപ്പമൊക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്, സൂപ്പറാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഉറപ്പായിട്ട് ഇഷ്ടമാവുമേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.